ടേസ്റ്റ്. തുറക്കുന്ന രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഓക്കെ ഗായ്സ്, ദിസ് ഇസ് ദ രസം. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, എല്ലാവർക്കും തൊണ്ടവേദന, പനി, കോൾഡ്, കഫ് ഇതൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ്, റെമഡിയാണിത്. രസം ഇപ്പോൾ കാട്ടിക്കുട്ടിയൊരു രസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3-4-5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് കുറവായിരുന്നു എൻ്റെ അടുത്ത്, ഉണ്ടെങ്കിൽ ഒരു 5-6 അല്ലി എടുക്കാം. പിന്നെ ജീരകം എടുത്തിട്ടുണ്ട്, കുരുമുളക്. ഇത്രയും നമുക്ക് ആദ്യം മിക്സറിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ തക്കാളി ചേർക്കുന്നവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ തക്കാളി ചേർക്കണം. ഓക്കെ, ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് തരാം. ഇപ്പോൾ പുളിവെള്ളം എടുത്തിട്ടുണ്ട്, നമ്മൾ ചതച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് വീഡിയോ കട്ടായി പോയിരുന്നു. അപ്പോൾ ഒഴിച്ചു കൊടുക്കാം വെള്ളം, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ മിക്സറിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഇതിൽ വെച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. മിക്സറിൻ്റെ ജാറിലുള്ളതൊക്കെ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറേ അധികം വെള്ളം ഒഴിച്ചിട്ടാം. അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ. കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ഹോൾ മല്ലി നമ്മൾ ഇത് ചതക്കുന്നതിൻ്റെ കൂടെ ഇട്ടിട്ട് 1 ടേബിൾ സ്പൂണോളം ചതക്കുന്നതിൻ്റെ കൂടെ ഇട്ടിട്ട് ചതച്ചെടുത്താൽ മതിയോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലി പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിലേക്ക് നമുക്ക് ഫ്രഷ് കറി ലീവ്സ് കൊടുക്കാം. നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് ദാല് വേവിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ പരിപ്പ് വേവിക്കും അതിൽ നിന്ന് മാറ്റി വെച്ചതാണ് വെള്ളം. അപ്പോൾ പരിപ്പ് വെക്കുന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാം. ഇത് രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ദാലിൻ്റെ വെള്ളമില്ലേ എടുത്ത് വെച്ച് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ച് കൊടുക്കാം. അതിന് വേണ്ടി വെളിച്ചെണ്ണയിൽ കടുകിട്ട് കൊടുക്കാം. നന്നായി പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കായം ഇട്ടിട്ട് താളിച്ചിട്ട് നമ്മളെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാക്ക ശല്യം വളരെ കൂടുതലായിട്ടുണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് കാക്ക കരയുന്ന ഒച്ച കേൾക്കുന്നത്, ക്ഷമിക്കണം. കുറച്ച് ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം, ഇങ്ങനെ കുടിക്കാം. എനിക്കിപ്പോൾ നന്നായി കോൾഡ് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതേപോലെ തന്നെ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ ഗായ്സ്, ദിസ് ഇസ് ദ രസം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ടേസ്റ്റ് നോക്കാൻ പോവാണ്. കഴിച്ച് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ്.